അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതില്. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞു വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 18 തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തിയോ? സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശന്റെ ആദ്യ പ്രതികരണമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ബജറ്റിന് മുന്നോടിയായിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിനാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് തന്നെ പദ്ധതി നിർത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. ഇതാരാണ് പടച്ചു വിടുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാത്തത് എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാർ നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന കാര്യമാണ്, പഞ്ചായത്ത് ഇലക്ഷന് ശേഷം നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങി. ഫെബ്രുവരിയിൽ നടപ്പിലാക്കി. ഇലക്ഷന് മുമ്പ് ഉള്ള മാസമായിട്ടുള്ള മാർച്ചിലും വിതരണം ചെയ്തു. അതായത് വോട്ട് ചെയ്തിട്ടുള്ള വിതരണത്തിൽ മാർച്ചിലും അത് വിതരണം ചെയ്തു. വോട്ട് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസത്തിലും പിണറായി സർക്കാരിന്റെ ഒരു സമയമാണ്. ആ ഒരു സമയത്ത് അത് വിതരണം ചെയ്തില്ല. 5200 കോടി രൂപ ബജറ്റിൽ ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും പിണറായി സർക്കാർ അത് വിതരണം ചെയ്തില്ല. 300 കോടി രൂപ മാത്രമായിരുന്നു ഇതിന് വേണ്ടിയിരുന്നത്. ഏപ്രിൽ മാസത്തിൽ പിണറായി സർക്കാർ വിതരണം ചെയ്തില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്ന് നാളേക്ക് ഒരു മാസം തികയാണ്. അപ്പോഴാണ് ഈ കേരളയിലേക്ക് വന്നതുപോലെ തന്നെ സുരക്ഷാ പെൻഷൻ പദ്ധതി 2 മാസത്തെ മരവിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കുടിശ്ശികയാക്കിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നത്. ഒരു മാസമേ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആയിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് വാർത്ത വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാർ 2500 ക്ഷേമ പെൻഷൻ എത്തിക്കുമെന്ന് പറഞ്ഞ് 4.25 കൊല്ലം ഒന്നും ചെയ്യാതെ 4.25 കൊല്ലം ഒന്നും ചെയ്യാതെ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഈ 400 രൂപ വർദ്ധിപ്പിച്ച് 3 മാസം കൊടുത്ത് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സർക്കാരാണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ വോട്ടിന് പണം എന്നുള്ള രീതിയിൽ നടപ്പിലാക്കി പിന്നീട് അത് നിർത്തിയതിനു ശേഷം അധികാരത്തിൽ വന്ന 1 മാസമായിട്ടും തികയാത്ത സർക്കാരിന്റെ മേലിൽ 2 മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഇതിൽ നിന്നും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും പദ്ധതി തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത് വലിയ പ്രതീക്ഷയാണ്. അത് നടപ്പിലാക്കി തുടരണം എന്നുള്ളതാണ് നമ്മുടെ താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. എന്തായാലും ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമോ തീരുമാനമോ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അനർഹരായിട്ടുള്ള ആളുകൾ കൂടി ഇതിൽ കടന്നു കൂടിയിട്ടുണ്ട്. അതായത് അർഹർ എന്ന് പറയുന്നത് BPL വിഭാഗത്തിൽപ്പെട്ടവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ അല്ലാത്തവരും ഇതിൽ കടന്നു കൂടിയിട്ടുണ്ട് എന്ന് ഒരു വിമർശനമുണ്ട്. അതുകൂടി പരിശോധിക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണ തീയതി പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ മാസം അവസാനമോ അടുത്ത മാസം 2ാമത്തെ ആഴ്ചയോ ആണ് ഉണ്ടാകുക എന്ന്. ഇതിപ്പോൾ 3ാമത്തെ ആഴ്ചയിൽ തന്നെ ഈ മാസത്തേതിന്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2026 ജൂൺ 20 പശ്ചിമ ബംഗാളിലെ ഹുഗ്ലിയിലെ താരകേശ്വറിൽ നിന്നും പ്രധാനമന്ത്രി PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിന്റെ വിതരണം നടത്തും. PM കിസാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർ KYC നിർബന്ധമായും ചെയ്തിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് OTP അടിസ്ഥാനമാക്കിയുള്ള KYC PM കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് എന്നും, അത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ബയോമെട്രിക് അധിഷ്ഠിത KYC ചെയ്യാൻ CSC കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടണമെന്നും PM കിസാൻ വെബ്സൈറ്റിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. KYC മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വീണ്ടും ചെയ്യണമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു കാരണവും ഇല്ലാതെ നിരവധി പേർക്ക് PM കിസാൻ സമ്മാൻ നിധി മുടങ്ങിയിരുന്നു. ആ ഒരു അവസ്ഥ ഈ മാസം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്റ്റാറ്റസ് പരിശോധിക്കാൻ മൊബൈൽ ഫോണിലൂടെ സാധിക്കുന്നതാണ്. PM കിസാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ബെനഫിഷ്യറി സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്
ആധാർ നമ്പറും ആധാറുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTPയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ സ്റ്റാറ്റസ് കാണാവുന്നതാണ്. ഇതിൽ KYC ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അത് കാണാം. അത് അങ്ങനെ ഒരു അറിയിപ്പോ നോട്ടിഫിക്കേഷനോ ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴൊന്നും ചെയ്യേണ്ടതില്ല. PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിന്റെ തുക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മൊബൈൽ ഫോണിലേക്ക് മിക്കവാറും ആളുകൾക്ക് ലഭിക്കുന്നതാണ്. അത് ലഭിക്കാത്തവർക്കും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറാറുണ്ട്. അവസാനമായി ആധാർ ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക എന്നുള്ളതാണ്. അതായത് ആധാർ സീഡിംഗ് നടത്തിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക. പുതിയ അക്കൗണ്ട് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ സാധാരണ ലഭിക്കുന്ന അക്കൗണ്ടിൽ തുക ലഭിച്ചിട്ടില്ല എങ്കിൽ പുതിയ അക്കൗണ്ട് കൂടി ചെക്ക് ചെയ്യുക. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതിലേക്ക് മാത്രമാണ് ആ ഒരു തുക ലഭിക്കുക. ഇല്ലാത്തവർക്ക് പഴയതുപോലെ ബാങ്കിലേക്കാണ് ലഭിക്കുക. അപ്പോൾ ആ തുക നഷ്ടപ്പെടാതെ കിട്ടാൻ വേണ്ടി KYC ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആധാർ സീഡിങ്ങിനൊപ്പം തന്നെ ലാൻഡ് വെരിഫിക്കേഷനും നടത്തിയിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. PM അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഇത് ചെയ്യാതിരിക്കരുത്. ഈ പ്രാവശ്യത്തെ തുക ലഭിക്കുന്നതിന് അത് നിർബന്ധമില്ല എങ്കിലും ഭാവിയിൽ അത് നിർബന്ധമാക്കും. PM കിസാൻ ഉൾപ്പെടെയുള്ള എല്ലാ കർഷക ആനുകൂല്യങ്ങളും അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്ന് സംസ്ഥാന കൃഷി വകുപ്പും കേന്ദ്ര കൃഷി വകുപ്പും ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ PM അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ യുണീക്കായി കൊണ്ട് ഒരു ID എല്ലാ ആളുകൾക്കും ലഭിക്കുന്നതാണ്. അത് പോസ്റ്റ് വഴിയൊക്കെ ആയിട്ട് ഒരു ID കാർഡും നമ്മുടെ വീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതാണ് PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. തുക ജൂൺ 20 ഈ വരുന്ന ശനിയാഴ്ച ദിവസം വൈകുന്നേരം 3 മണിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് സപ്ലൈകോയുടെ സൂപ്പർ ഓഫറുകൾ തുടരുകയാണ്. ഇതോടൊപ്പം തന്നെ സൂപ്പർ കോംബോ ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വെളിച്ചെണ്ണ വാങ്ങുകയാണ് എങ്കിൽ 1 കിലോ പഞ്ചസാര 9 രൂപക്ക് ലഭിക്കുമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്നലെ മെസ്സി 3 ഗോൾ അടിച്ചത് കൊണ്ട് തന്നെ അർജന്റീന 3 ഗോളിനെ ജയിച്ചത് കൊണ്ട് തന്നെ അടുത്ത അർജന്റീനയുടെ കളി 22-ാം തീയതിയാണ് വരുന്നത്. ആ ദിവസം വരെ 3% ഡിസ്കൗണ്ട് സപ്ലൈകോയുടെ ശബരി പായസം മിക്സിന് ഉണ്ടായിരിക്കുന്നതാണ്. ഫ്രാൻസും കഴിഞ്ഞ കളി 3 ഗോളിനാണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ 3% ഡിസ്കൗണ്ട് ശബരി ഗോൾഡൻ ടീയിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇടിയപ്പം പൊടികൾക്ക് 7% ഡിസ്കൗണ്ട് ആണ്. ജർമ്മനി 7 ഗോളിനാണ് ജയിച്ചത്. അടുത്ത കളി വരുന്നത് 21-ാം തീയതിയാണ്. ആ ദിവസം വരെ ഈ ഒരു 7% ഡിസ്കൗണ്ട് ശബരി അപ്പം പൊടിയിലും ഇടിയപ്പം പൊടിയിലും ഉണ്ടായിരിക്കുന്നതാണ്. സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,850 രൂപയും പവന് 200 രൂപ കുറഞ്ഞ് 1,10,800 രൂപയുമായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.